ദൈവത്തിന് സ്തോത്രം. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഒരു വലിയ വ്യവസായശാലയുടെ ഉടമസ്ഥന് ഒരു അത്യാവശ്യ കാര്യം സംബന്ധിച്ച് തൻ്റെ മാനേജരോട് സംസാരിക്കണമായിരുന്നു. എന്നാൽ മാനേജറുടെ സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹത്തെ ഇപ്പോൾ ശല്യപ്പെടുത്തുവാൻ പാടില്ല. അദ്ദേഹം ഒരു കൂടിയാലോചനയിലാണ്. എല്ലാ പ്രഭാതത്തിലും ഈ സമയത്ത് അങ്ങനെയാണ്. മുതലാളിയാണ് വന്നിരിക്കുന്നതെന്ന് അയാളോട് പറയൂ, എനിക്ക് അയാളെ ഉടൻ കാണേണ്ടിയിരിക്കുന്നു. ഫാക്ടറി ഉടമസ്ഥൻ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. ക്ഷമിക്കണം സാർ, അദ്ദേഹം കൂടിയാലോചനയിലിരിക്കുന്ന സമയത്ത് സാറിനെ ഉപദ്രവിക്കരുതെന്ന് എനിക്ക് കർശനമായ ആജ്ഞയുണ്ട്. സെക്രട്ടറി വളരെ വിനയപൂർവ്വം ഉണർത്തിച്ചു. കോപിഷ്ഠനായ മുതലാളി സെക്രട്ടറിയെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ടാഞ്ഞ് മാനേജറുടെ പ്രൈവറ്റ് മുറിയുടെ വാതിൽ തള്ളി തുറന്നു. എന്നാൽ അകത്തേക്ക് നോക്കിയ ശേഷം പെട്ടെന്ന് അദ്ദേഹം പുറകോട്ട് വലിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ വാതിൽ അടച്ചുകൊണ്ട് സെക്രട്ടറിയോട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്. ഇങ്ങനെ ദിവസവും പതിവാണോ? അതെ സർ, സെക്രട്ടറി മറുപടി നൽകി. ഈ കൂടിയാലോചനയ്ക്കായി അദ്ദേഹം ദിവസവും 15 മിനിറ്റ് ചെലവാക്കുന്നുണ്ട്. തൻ്റെ മാനേജർ തുറന്നു വെച്ചിരിക്കുന്ന വേദപുസ്തകത്തിന് മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു ആ ഫാക്ടറി ഉടമ ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കേന്ദ്ര കാര്യാലയവുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? നമുക്കുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കർത്താവുമായി പ്രാർത്ഥനയിൽ നാം സമയം ചെലവഴിക്കാറുണ്ടോ? നാം വൈഷമ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴോ നമുക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടതിനോ മാത്രം വേണ്ടതായ ഒരു കാര്യമല്ല പ്രാർത്ഥന. പ്രഭാതത്തിൽ നാം ഒന്നാമത് നിർവഹിക്കേണ്ടത് അതുതന്നെയാണ്. എന്തെന്നാൽ ഓരോ ദിവസത്തേക്കുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പറ്റിയ സമയം അതാണ്. ദൈവവചനത്തിലാണ് അവ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം വേദപുസ്തകത്തിൽ നിന്നുള്ള അനുശാസനങ്ങൾ സ്വീകരിക്കാതെ ഒരു ദിവസം പോലും ആരംഭിക്കുവാൻ നാം തുനിയരുത്. പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ ശരിയാണ്. നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായിക നിമിത്തം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരു ദിവസം ആരംഭിക്കുന്നത്, ആ ദിവസം അവസാനിപ്പിക്കുന്നത് ദൈവവചനത്തോടും പ്രാർത്ഥനയോടെ ആണോ എന്നുള്ളത് നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. എത്രമാത്രം ബന്ധമാണ് നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ളത്? എത്രമാത്രം ബന്ധമാണ് ദൈവവചനവുമായിട്ട് എനിക്കും നിങ്ങൾക്കും ദൈവത്തോടുള്ളത്? സ്വയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായി ഈ പ്രഭാത ധ്യാനം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഈ പ്രഭാത ധ്യാനത്തിലൂടെ ഞങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാൻ, ദൈവവചനവുമായി പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം എന്നൊന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാത ധ്യാനം ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. ദൈവം എവിടെയെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ചകളോ പാളിച്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി നികത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ഈ പുതിയ ദിനം ആരംഭിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മേഖലകളെ കർത്താവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ കർത്താവിടുന്ന് അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരോടുള്ള ഞങ്ങളുടെ ഇടപാടുകളെ കർത്താവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.